കടലക്കറിക്ക് വേണ്ടി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ചുപ്പിട്ട് കുക്കർ വെച്ച് ഒരു 6 വിസിലടിപ്പിക്കാം. കടല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ചെറിയുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് സ്പൈസി, ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലാം നന്നായി വറുത്തെടുത്തതിന് ശേഷം അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടല വേവിച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെന്ത കടല നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പെല്ലാം ഒന്ന് വേവിക്കാം. അങ്ങനെ അരപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് കൂടെ ചേർക്കാം. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.